Okay, good morning, dears. All of you mark your attendance. Please mark your attendance. Okay. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചിഹ്നങ്ങളാണ് അല്ലേ? ചിഹ്നങ്ങൾ അല്ലെ? എന്താണ് ചിഹ്നങ്ങള്? വ്യഞ്ജനങ്ങളുടെ കൂടെ നമ്മൾ സ്വരചിഹ്നങ്ങൾ ആഡ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പോ ചിഹ്നങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ എന്ന ചിഹ്നം പഠിച്ചു അല്ലെ? വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ സ്വരചിഹ്നങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഉച്ചാരണ അർത്ഥങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെ ചിഹ്നങ്ങളിൽ ഫസ്റ്റ് വൺ ആ എന്ന ചിഹ്നം, നെക്സ്റ്റ് ഇ എന്ന ചിഹ്നം, ഇ, ഉ, ഊ, ഇറ്, എ, ഐ. നെക്സ്റ്റ് ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ഓ എന്ന ചിഹ്നം. അതിന് മുന്നേ പറയുമ്പോ ഇപ്പൊ ചിഹ്നങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ചധികം മക്കൾ പഠിച്ചു വരുവാണേ അല്ലെ? നമുക്ക് LKG ഓൾറെഡി പഠിച്ചു, UKG കംപ്ലീറ്റ് ആവേണ്ടതുണ്ട് അല്ലെ? എന്നാലും നമ്മൾ ഫസ്റ്റിലേക്ക് കയറാൻ പറ്റൂ അല്ലെ? അപ്പോ നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അക്ഷരങ്ങളിൽ ആദ്യം നമ്മൾ റ, ര, ന, ത, പ, വ, സ, ല, ള, ല, മ അല്ലെ? അതൊക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് പഠിച്ചത്? സ്വരാക്ഷരങ്ങൾ പഠിച്ചത് അല്ലെ? അല്ല, ചില്ലാക്ഷരങ്ങൾ പഠിച്ചു. അതിനുശേഷം ഇർ, ഇൻ, ഇൽ, ഇൻ, ഇൾ ചില്ലക്ഷരങ്ങൾ പഠിച്ചു. ഓർക്കണേ, ഇതൊക്കെ മറന്നു പോകരുതേ. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? സ്വരാക്ഷരങ്ങൾ പഠിച്ചു. ഏതാ സ്വരാക്ഷരങ്ങള്? ഏതാ മക്കളെ സ്വരാക്ഷരങ്ങള്? ഓക്കെ, വെരി ഗുഡ്. ആ, ഇ, ഉ, ഇർ, എ, ഐ, ഒ, ഔ, അം, ആ. ഇതാണ് സ്വരാക്ഷരം അല്ലെ? നമ്മൾ അത് പഠിച്ചു. അതിനുശേഷം നമ്മളിപ്പോ എന്താ പഠിക്കുന്നത്? വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ പറയാൻ പഠിച്ചിട്ടുണ്ടേനി അല്ലെ? അതും കഴിഞ്ഞതിന് ശേഷം നമ്മള് കണ്ണ്, മുഖം അത് പഠിച്ചിട്ടുണ്ട്. LKG ക്ലാസ്. നെക്സ്റ്റ് നമ്മളിപ്പോ എന്തായി? ഇപ്പൊ നമ്മൾ ചിഹ്നങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ ചിഹ്നങ്ങളും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയും ഓർക്കണേ. നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകേണ്ട കുട്ടികളാണ് കേട്ടോ. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാറിയോ മിസ്? ഇതൊക്കെ എഴുതി നിങ്ങൾ പഠിക്കാൻ പറ്റും അല്ലെ? കുഞ്ഞുങ്ങൾക്ക് കുറച്ചധികമായിട്ടാണ് വരുന്നത് പഠിക്കാൻ, അതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നലെ ഓ എന്ന ചിഹ്നമാണ് പഠിച്ചത്. അപ്പൊ അക്ഷരങ്ങൾ തെറവായി പഠിക്കണം മക്കള്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിഹ്നങ്ങൾ നമുക്ക് എഴുതാൻ പറ്റൂ. അക്ഷരങ്ങളാണ് ആദ്യം പഠിക്കേണ്ടത്. അതിന് ശേഷം ചിഹ്നങ്ങളും കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായി? ചില്ലക്ഷരങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പൊ വ്യഞ്ജനാക്ഷരം കൂടെ ഇനി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം എഴുതാൻ പറ്റും. പിന്നെ കൂട്ടക്ഷരങ്ങൾ ലാസ്റ്റ് ആണ് ആയിട്ടുണ്ട് അല്ലെ? ഇവിടെ പഠിക്കാനുണ്ട്. UKG തന്നെ കൂട്ടക്ഷരങ്ങൾ കൂടെ നമുക്ക് പഠിക്കാനുണ്ട് ലാസ്റ്റ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്താ? ഇനി ഓ എന്ന ചിഹ്നം നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് ഓ എന്ന ചിഹ്നം പഠിക്കാനുണ്ട്. ഔ ഉണ്ട്, അം അല്ലെ? ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ചിഹ്നങ്ങൾ കഴിയും. അപ്പൊ നമുക്കിന്ന് അടുത്ത ഓ എന്ന ചിഹ്നം പഠിക്കും അല്ലെ? ചിഹ്നങ്ങൾ ഓർത്ത് വെക്കണേ. അപ്പൊ അതില് all of you take your slate. ദിയക്കുട്ടി പുതിയ സ്ലേറ്റ് ഒക്കെ വാങ്ങിയോ? ഉണ്ടോ കഴിഞ്ഞ ക്ലാസ്സിലെ? അപ്പൊ അതില് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഓ എന്ന ചിഹ്നം അല്ലെ? എങ്ങനെയാണ് ഓ എന്ന ചിഹ്നം? അപ്പൊ എ എന്ന ചിഹ്നവും ആ എന്ന ചിഹ്നവും കൂടെ ഇട്ടാലാണ് ഓ ചിഹ്നമാവുക. ഇതിന്റെ ഇടയിലാണ് അക്ഷരങ്ങൾ വരുന്നത് അല്ലെ? എ എന്ന ചിഹ്നം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആ ചിഹ്നവും പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഓ എന്ന ചിഹ്നം. അതായത് സ്വരാക്ഷരങ്ങളില് ഓ എന്ന അക്ഷരം ഏതാ നിങ്ങൾക്കറിയാലോ? സ്വരാക്ഷരങ്ങളില് ഓ ഓ ഓ ഈ അക്ഷരത്തിന് എന്ന ചിഹ്നങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ചിഹ്നമാണ് പഠിക്കുന്നത്. ഓ ഇത് ഏത്? ഇങ്ങനെ ഇടുക. എ എന്ന ചിഹ്നം ഇടുക. നെക്സ്റ്റ് ഓ ആ എന്ന ചിഹ്നം. ഇതാണ് ഓ ചിഹ്നം. ഓക്കെ, വൃത്തി എഴുതുക കേട്ടോ. അല്ലെ? എ എന്ന ചിഹ്നമായി ആ എന്ന ചിഹ്നം. ഇതിന്റെ ഇടയിലാണ് അക്ഷരങ്ങൾ വരുന്നത്. അപ്പൊ യോ എന്ന ചിഹ്നത്തിന് ഇപ്പൊ
ഏതാണ് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാൻ അവിടെ മായാണ് എഴുതുന്നെങ്കിൽ എന്താവും എന്നറിയോ? ചിന്നിട്ടു മാ എഴുതി. ഇതെന്താ വായിക്കോ ഫാത്തിമ? ഫാത്തിമ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ലേ? ഇന്നലത്തെ ക്ലാസ്സിൽ അല്ലേ? എന്ത് പറ്റി ഫാത്തിമക്ക് ഇന്നലെ? എന്താ ഫാത്തിമ? അതെ അല്ലേ? ഞാൻ മിസ്സിനോട് പറയണ്ടേ? ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ എന്താ അത് വായിക്കുക? എന്നാ വായിക്കുക ഇപ്പൊ ഇത്? ഇപ്പൊ ഞാൻ എഴുതിയത് മോ അല്ലെ? മോ മോ എന്നാണ് വായിക്കുക. അപ്പോ ഇവിടെ ഒരു ടായും കൂടെ എഴുതിയിട്ട് വള്ളി ഇട്ടാൽ എന്ത് വായിക്കും? എന്താ വായിക്കോ ഫാത്തിമ? മോടി. വെരി ഗുഡ്. മോടി അല്ലെ? മോടി അല്ലെ? മായാവുമ്പോ മോയായി. ഈ തായാണെങ്കിലോ? തായാണെങ്കിൽ എന്ത് വായിക്കും മോളെ? താ. അടുത്ത ആരാ പറയുന്നേ? നിഹാൽ. ഇതെന്ത് വായിക്കും നിഹാലെ? തോ. നെക്സ്റ്റ് വായാണെങ്കിൽ എന്ത് വായിക്കും? ദന്തേവേ. നെക്സ്റ്റ് ഇനി പായാണെങ്കിലോ? ഇതെന്ത് വായിക്കും ജാനകി മനു? ജാനകി മനു പോ എന്നാണ് വായിക്കുക അല്ലെ? ഏതക്ഷരാണ് അതിന് ആ ഒരു ഉച്ചാരണത്തിലാണ് നമ്മൾ വായിക്കുക അല്ലെ? നെക്സ്റ്റ് രായാണെങ്കിൽ രായാണെങ്കിൽ എന്താവും മക്കളെ? രോ അല്ലേ? ഓക്കെ, അപ്പൊ ഓ എന്ന ചിഹ്നം. എക്സാമ്പിൾ പറഞ്ഞ മക്കളെ മോഡിന്ന് മിസ് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ പറഞ്ഞോ. പൂറി. ചോറ്. ചോല. തോട. കോടമഞ്ഞ്. നെക്സ്റ്റ് തോണി. വെരി ഗുഡ്. ചോല എന്ന് പറഞ്ഞു. പോത്ത്. കോഴി. വെരി ഗുഡ്. എന്തൊക്കെ അറിയാ? പൂഴിയ. പൂഴിയാവൂല, ഊവല്ലേ? കോഴി. വെരി ഗുഡ്, വെരി ഗുഡ്. കോഴി. തോണി. കോടമഞ്ഞ്. മോതിരം. തോട. തോരണം. ഇനിയോ ആലോചിച്ചേ. രോമാഞ്ചം. മോര്. മോര്. തോര. വെരി ഗുഡ്. തുവര അതേട്ടാ, തുവര. നെക്സ്റ്റ് കോഴിക്കോട്.
ഓക്കെ, വെരി ഗുഡ്. ഒരുപാട് വന്നിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ് നമുക്ക് ഏതാ പഠിക്കാനുള്ളത്? അടുത്ത ഏതാ മക്കളെ? അപ്പൊ ഓ എന്ന ചിഹ്നാണ് ഇത്. ഓ എന്ന ചിഹ്നം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏതാ എഴുതേണ്ടത്? ഔ അല്ലേ? ഓ എഴുതി നമ്മൾ പഠിച്ചു. ഇനി ഔ എന്ന ചിഹ്നാണ് നമുക്ക് പഠിക്കാൻ അല്ലെ. ഔ ഓ. അപ്പൊ എക്സാമ്പിള് മോടി. ഓക്ക് ഔഷധം. ഔഷധമായിട്ടില്ല, അത് ശരിയാവില്ലടാ. വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെയല്ലേ സ്വരചിഹ്നങ്ങൾ ആഡ് ചെയ്യണ്ടേ. മോടി. പിന്നെയോ ചോല. ഇതാണ് അല്ലേ. ഇനി ഔ ആണ് നമുക്ക് പഠിക്കട്ടെ. കൗതുകം. അത് നമുക്ക് പഠിപ്പിക്കാം. അത് ഞാൻ പഠിപ്പിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏതാ പഠിക്കാനുള്ള ചിഹ്നം? ഔ അല്ലെ. ഔ എന്ന സ്വരാക്ഷരം അറിയാം നിങ്ങൾക്ക്. ഏതാ ഔ ചിഹ്നം? ഓ എഴുതി. ഔ, ഇതാണ് സ്വരാക്ഷരമായ ഔ. ഓക്കെ, വരച്ചു. ഔ എന്ന ചിഹ്നം ശ്രദ്ധിക്കണം. എന്നാ നിങ്ങൾക്ക് പണിയേ ഇല്ല. ഇതേ ചിഹ്നാണ് ഇതാ, ഈ ഔന് ഇട്ട ചിഹ്നം. ഓക്കെ, ഔ എഴുതുമ്പോ എങ്ങനെയാ? ഓക്കെ, ഔ, ഇതാണ് ഔ ചിഹ്നം കേട്ടോ. ഔ. ഓക്കെ, കൗതുകം. ഇനി എക്സാമ്പിൾ പറഞ്ഞോ. ഔ. അപ്പൊ കായാണെങ്കിൽ കൗ, തായാണെങ്കിൽ തൗ, മായാണെങ്കിൽ മൗ, മൗനം അല്ലെ. ഔഷധം. ഔഷധം അല്ല, സൗമ്യ. വെരി ഗുഡ്. സൗമ്യ, വെരി ഗുഡ്. മൗനം, മൗനി. കൗതുകം, കൗമാരം. ഇത് ആർക്കും ഇത് പറയാൻ പറ്റാത്തേ? ഔ. രൗദ്രം. ഓക്കെ, വെരി ഗുഡ്. കവുങ്ങാവില്ലടാ, കവുങ്ങ് എഴുതലാണ്, തെറ്റാണ്. ഹർഷാലെ അന്മ്യൂട്ട് ചെയ്തിട്ട് പറ. കൗമാരം. ഓക്കെ, സയാൻ അന്മ്യൂട്ട് ചെയ്ത് പറ. കൗശലം. കൗശലം, വെരി ഗുഡ്. രൗദ്രം. രൗദ്രം. ഇനി പൗച്ചിനെ മനസ്സിലായി. കൗമുദി. ആ, കൗമുദി. കൗശല്യ. കൗശല്യ. മൗത്ത് ഇംഗ്ലീഷ് വാക്കല്ലേ, വായാന്നല്ലേ മലയാളത്തിൽ വാക്ക് പറയുക നമ്മള്. അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടാവും. ഡൗട്ട് ഇല്ലേ, ഇംഗ്ലീഷ് വാക്ക്. ഓക്കെ, അപ്പൊ ഔ എന്ന ചിഹ്നം മനസ്സിലായോ മക്കൾക്ക്? ഔ ചിഹ്നം എങ്ങനെയാ എഴുതേണ്ടതെന്ന്. അപ്പൊ ഇന്ന് നമ്മൾ ഓ ഓ ഔ, ഓ ഓ ഔ 3 എണ്ണം പഠിച്ചിട്ടുണ്ട്. ഓ ഇന്നലെ പഠിച്ചു. കൗസല്യ. ഓക്കെ, കൗശലം. ആ, കൗതുകം. കൗതുകം. ബൗ ബൗ. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് ഓ ചിഹ്നം ഇന്നലെ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഓ ഔ 2 ചിഹ്നങ്ങൾ ഇപ്പൊ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ ചിഹ്നങ്ങളൊന്ന് എഴുതിയ മക്കള്. ടോട്ടൽ ചിഹ്നങ്ങൾ ആദ്യം മുതലുള്ള ചിഹ്നങ്ങളൊന്ന് എഴുതി കാണിച്ചേ. എഴുതുന്നുണ്ടോ സ്ലേറ്റില്? അഫിയ, സ്ലേറ്റ്. ഫാത്തിമ, റൈറ്റ്.
ആദ്യത്തെ ചിഹ്നം ഏതാണ്? ഒന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ മക്കള്. ജാനകി മനു റൈറ്റ്. എഴുതിയേ, ഒന്ന് ഉഷാറാവേ എല്ലാരും. ധനദേവൻ നിന്റെ കാലിന് മുറിഞ്ഞൊക്കെ പോയടാ? പിന്നെ മുറിഞ്ഞു. അയ്യടാ. ജാനകി എന്താണ് ഒരു മുഖം വണ്ണം? നെക്സ്റ്റ് ആരാ എഴുതാത്തെ? നിഹാൽ, നിഹാര എഴുതുന്നുണ്ടോ? ഇഷിത, സയാൻ എഴുതിയേ മോനെ വേഗം. ധനദേവേ വേഗം എഴുതിയേ. നീ കുട്ടി എഴുതണേ. അപ്പൊ ചിഹ്നങ്ങളൊന്ന് മുഴുവൻ ഒന്ന് മിസ് എഴുതി കാണിച്ചു ഞങ്ങള് നോക്കട്ടെ. ഇനി അമ്മ എന്ന ചിഹ്നം പഠിക്കാനുണ്ട്. ഓക്കെ, പഠിപ്പിക്കാം. താഴോട്ടോ നേരെയോ എങ്ങനെ നിങ്ങൾ ഇഷ്ടം പോലെയല്ല, പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി സംഭവം. നിഹാൽ, അയ്യ നിഹാൽ എഴുതുന്ന നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കാണല്ലോ ആള്. ഇല്ലേ നിഹാല്? എന്താണ് ദേഷ്യം? ആരോടാ ദേഷ്യം? എഴുതിയേ. ഗായത്രി വെരി ഗുഡ്. എല്ലാം എഴുതിയോ മോളെ? ആ പേപ്പറിലായതുകൊണ്ട് മിസ്സിന് അത്ര ഒരു ക്ലിയർ അല്ല കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. വേഗം എഴുതിയേ. ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഔ. അതുവരെ നമ്മൾ പഠിച്ചത്. ഇനി എന്ന ഒരു ചിഹ്നം കൂടെ പഠിക്കാനുണ്ട്. അത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ സ്വരാക്ഷരങ്ങൾ എഴുതുന്നതന്നെ അതുപോലെ ഇപ്പൊ പോലെ നമ്മൾ എഴുതി പഠിച്ച കാര്യങ്ങളാണ്. ഒരു കുഞ്ഞി സീറോ അനുസ്വാരം കൂടെ അതിനെ അത് നമുക്ക് പഠിക്കാം. ഓക്കെ, ഓ എഴുതി. ഇനി ഔ കൂടെ എഴുതിയടാ ജാനകി. ജാനകി ഔ. ഇപ്പൊ പഠിപ്പിച്ചില്ലേ ലാസ്റ്റ്? ഇപ്പൊ ലാസ്റ്റ് പഠിപ്പിച്ചിട്ടില്ലേടാ? ഇതല്ലേ ആവും ഇത്. ഓക്കെ, ഹർഷാണ് എഴുതിന. ഈ, ഉ, ഋ, എ, ഐ, ഓ, ഔ. ഔലൊന്നും നേരെ എഴുതിയേ. ഇത് 3 എഴുതിയ പോലെ എഴുതിയിട്ടില്ലേ? ഇവിടെ ധന്റെ എഴുതി. ആ, ഈ, ഉ, ഋ, എ, ഐ, ഓ, ഔ. വെരി ഗുഡ് ഹർഷാൽ, വെരി ഗുഡ്. വേഗം എഴുതും. അത് മാത്രം എഴുതി പഠിച്ചോ. നെക്സ്റ്റ് ഇനി ആരാ? അപ്പൊ 3 പേര് ഇപ്പൊ എഴുതി കംപ്ലീറ്റ്. ഗായത്രി, ഹർഷാൽ, ധൻദേവ്, ജാനകി എഴുതി. 4 പേര്. ജാനകി, മനു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 4 പേര് എഴുതിയേ. വേഗം വേഗം ഫാസ്റ്റ് ആക്കിയ മക്കളെല്ലാവരും. ഇവിടെ ദിയ. ആ, ഈ, ഉ, ഋ, എ, ഐ, ഒത്തുടാ. ഇല്ലല്ലോ അവിടെ. ഇങ്ങനെ ചെരിച്ചിട്ട് എഴുതുന്നവരെ നമ്മളെ ചെവീനെ പോലെ എഴുതുന്നേ. ഐ ഓർമ്മിക്കാൻ വേണ്ടിയാണ് കേട്ടോ, ചെവീനെ പോലെ. ഐ, ഓ, ഔ. ഇനി എന്നൊരു ചിഹ്നം കൂടെ നമുക്ക് എഴുതാനുണ്ട്. ഇനി ആരൊക്കെ എഴുതാത്തെ? ജയൻ എഴുതിയ മോനെ. ഫാത്തിമയം, ഇഷിത, സായക്. ഇന്ന് എന്ത് പറ്റി ലേറ്റ് ആയത് സായക്ക്? നിഹാലും ഒന്നും എഴുതി കാണിച്ചില്ലല്ലോ അല്ലേ? ദിയ എഴുതി അല്ലേ? ഐ, ഓ, ഔ. ഓക്കെ,
വെരി ഗുഡ്. സയാൻ എഴുതി കഴിഞ്ഞാണല്ലോ വേഗം. ഹർഷാല വെരി ഗുഡ്. ഹർഷാല പഠിച്ചോ? ആഫിയ വെരി ഗുഡ്. ആഫിയ ആ എഴുതി. ചിഹ്നങ്ങൾ എവിടെടാ? ചിഹ്നങ്ങള് കാണിച്ചേ. മിസ് ചിഹ്നങ്ങൾ എഴുതാൻ പറഞ്ഞേ. ആ ഈ ഉ എ ഐ. അത് ഞാൻ ചിഹ്നങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇതെവിടെ ഫാത്തിമ വെരി ഗുഡ്. നല്ല കോളം വരച്ച് എഴുതിയിട്ടുണ്ട്. ഓ ഈ ഉ എ ഐ ഓ ഔ. ഓക്കെ വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇനി കുറച്ചു പേരെന്നെ കാണിക്കാനുണ്ടല്ലോ. Zayan, did you finish? ഇഷിത, സായക്ക്, നിഹാര, നിഹാല്. എന്ത് പറ്റി നിഹാലേ? പോയാ? ഓക്കെ സയാൻ. ആ ഇറില്ല. ഇറ് കൊടുത്തു ഉണ്ടോ? ഇറ് മാത്രം ഇതിന്റെ ഇടയിൽ പഠിക്കാത്ത കൊണ്ടാവും വിട്ടുപോയോ? ഇറുണ്ടോ? ഓക്കെ, ഇനി ലാസ്റ്റ് വൺ നമുക്ക് ഏതാ പഠിക്കാണ്? സായക്ക് എഴുതാനുണ്ട്, നിഹാൽ എഴുതാനുണ്ട്. നിഹാല്, ഇഷിത എന്നെ കാണിച്ചു തരുന്നേ. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഏതാണെന്നറിയോ? ഇതെല്ലാം ഞാൻ കളയുന്നേ. ലാസ്റ്റ് വൺ ഒരു കുഞ്ഞു സീറോ അല്ലേ? അതാണ് അമ്മ എന്ന ചിഹ്നം. അപ്പൊ അമ്മ എന്ന സ്വരാക്ഷരം ഏതാ? ആ എഴുതുക. എന്റെ ഒരു കുഞ്ഞു പൂജ്യം ഇടണം. കുഞ്ഞു പൂജ്യത്തിന് എന്താ പറയുന്നത് അറിയോ? അനുസ്വാരം. ഇത് അല്ലെ? ഇതേപോലെ ഇടുന്നതാണ് എന്ത്? അമ്മ എന്ന ചിഹ്നം. ഓക്കെ, അപ്പൊ ഏതക്ഷരം ഇത്? മരം അല്ലെ? രാ കഴിഞ്ഞിട്ടുള്ളതാണ് രം. കണ്ടോ? അങ്ങനെ. അപ്പൊ രായാണെങ്കിൽ രം, തായാണെങ്കിൽ തം, വായാണെങ്കിൽ വം, മായാണെങ്കിൽ മം അല്ലെ? അങ്ങനെ ഓരോന്നും വരും. തരം, വരം, മരം അല്ലേ? ഓക്കെ, അതാണ് അമ്മ എന്ന ചിഹ്നം. ഓക്കെ, അപ്പൊ ഇതിനെ അനുസ്വാരം എന്നും പറയുന്നുണ്ട്. അനുസ്വാരം എന്താ പറയുന്നേ? എന്താ പറയുന്നേ മക്കളെ? അനുസ്വാരം. ആ അനുസ്വാരം എന്ന് പറയാറുണ്ട് അല്ലേ? നമ്മൾ ലാസ്റ്റ് ഇപ്പൊ അമ്മ എഴുതി കഴിഞ്ഞിട്ട് ഓക്കെ, നമ്മൾ അമ്മ എഴുതി കഴിഞ്ഞിട്ട് ആ എന്ന ഒരക്ഷരം കൂടി എഴുതുന്നുണ്ട്. വെറും ആയല്ല, രണ്ട് കുത്തിടലുണ്ട് അല്ലെ? രണ്ട് കുഞ്ഞു കുഞ്ഞു പൂജ്യം കൂടി ഇടലുണ്ട്. ലാസ്റ്റ് നമ്മൾ സ്വരാക്ഷരങ്ങളില് ഇത് എഴുതി കഴിഞ്ഞാൽ ഒരക്ഷരം കൂടെ എഴുതലുണ്ട്. കൃത്യമായിട്ട് എല്ലാത്തിലൊന്നും കാണുന്നില്ലെങ്കിൽ നമ്മൾ എഴുതാറുണ്ട് അല്ലേ? ഏതാ എന്ന് എഴുതി കാണിച്ചു തരാം. അപ്പൊ ലാസ്റ്റ് നമ്മൾ സ്വരാക്ഷരം എഴുതി കഴിഞ്ഞിട്ട് അത് നമുക്ക് ചിഹ്നമല്ല കേട്ടോ. ഈ അനുസ്വാരം പറയുന്ന കൂടുതൽ പറയുന്നതാണ്. ചിഹ്നങ്ങൾ കഴിഞ്ഞു, അമ്പരേ ഉള്ളൂ. ആ എഴുതി നമ്മ ലാസ്റ്റ് ഇങ്ങനെ കുഞ്ഞു രണ്ട് പൂജ്യങ്ങളുണ്ട് ഇല്ലേ? സ്വരാക്ഷരങ്ങളിൽ ലാസ്റ്റ് ലെറ്റർ ഇങ്ങനെ എഴുതാൻ. അപ്പൊ ഇതിനെന്താന്ന് പറയുന്നത് അറിയോ? ഈ രണ്ട് സീറോ ഉണ്ടോ? ഒരു കുഞ്ഞു രണ്ട് പൂജ്യം ഇട്ടിട്ട് ഇതിനെന്താ പറയുന്നത് അറിയോ? വിസർഗം എന്നാണ് പറയുന്നത്. വിസർഗം കേട്ടോ. അപ്പൊ അനുസ്വാരവും വിസർഗം. അപ്പൊ ഇതിനെ അനുസ്വാരം എന്ന് പറയും. ഈ റൗണ്ടിന്റെ ഉള്ളിൽ ഇതിനെന്ത് പറയും? വിസർഗം എന്ന് പറയും. അപ്പോ അക്ഷരമാലയില്, മലയാള അക്ഷരമാലയില് കണ്ടോ, ഇതിനെ വിസർഗം എന്നാ പറയൂ കേട്ടോ. കണ്ണുവരച്ച പോലെയുണ്ട്. അപ്പൊ വിസർഗം എന്താ പറയാ? വിസർഗം. കിട്ടിയോ? വിസർഗം. അപ്പൊ മലയാള അക്ഷരമാലയില് എന്തൊക്കെ ചേരണമെന്നറിയോ അക്ഷരമാലയാവാൻ? സ്വരാക്ഷരങ്ങള്, വ്യഞ്ജനാക്ഷരങ്ങള്, ചില്ലക്ഷരങ്ങള്, ചിഹ്നങ്ങള്, കൂട്ടക്ഷരങ്ങളുണ്ട്, അനുസ്വാരമുണ്ട്, വിസർഗമുണ്ട്. ഇതൊക്കെ ചേർന്നാൽ മാത്രമാണ് അക്ഷരമാല പൂർണ്ണമാകുന്നത്.
ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ചിഹ്നം ഇത് ഞാൻ കളയാം. ഇത് നമുക്ക് ഇതെല്ലാം ആവശ്യമുള്ളത്. ഓക്കെ. ഫിനിഷ്. വെരി ഗുഡ്. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച ചിഹ്നങ്ങളില് ഏതൊക്കെയാ? ഇതും കൂടെ എഴുതിയാൽ നിങ്ങൾക്ക് എന്തായി? ഫിനിഷ്. അക്ഷരമാ അല്ലാതെ ചിഹ്നങ്ങളെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഇങ്ങനെ ഓക്കെ. അപ്പൊ നമുക്ക് ടോട്ടൽ ഒന്ന് എഴുതാം അല്ലെ? ടോട്ടല് നിങ്ങൾ എഴുതി, ഞാൻ എഴുതിയിട്ടില്ല അല്ലേ? നമുക്കത് ടോട്ടൽ എഴുതാം. ഓക്കെ. ഇത് മൊത്തം ഞാൻ കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ഒന്നുകൂടി എഴുതി. ഓക്കെ. ഫസ്റ്റ് വൺ ചിഹ്നം മാത്രം ഞാൻ എഴുതിയേ. അല്ലേ? എങ്ങനെ എഴുതിയ നമ്മള്? നെക്സ്റ്റ് ഇല്ലേ? നെക്സ്റ്റ് ആയി. അടുത്തത് ആയി. നെക്സ്റ്റ് ഓ. ചിന്നുട്ടു ഇതും കൂടി ഇടണം അല്ലെ? ഇത് ഒന്നിച്ചുള്ള കാര്യമാണ് മക്കളെ. ഓ. നെക്സ്റ്റ് ഓ. സോറി, കിട്ടില്ലല്ലോ. ഓ. അടുത്തത് ഔ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഓക്കെ. ഇത്രയാണ് ചിഹ്നങ്ങൾ. ആ, ഇ, ഈ, ഉ, ഊ, ഇറ്, എ, ഐ, ഓ, ഔ, അം. ഓക്കെ. എല്ലാവരും എഴുതിയെടുക്കുക കേട്ടോ, എഴുതാത്തവര്. ഇത്രയും ചിഹ്നങ്ങളെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരുന്നു. ആ ഒരു പേജ് വായിക്കണ്ടേ മക്കളെ? മരം എന്നാ ഒരു പേജ് വായിക്കണ്ടേ? ആരാ വായിക്കുന്നേ? ആരാ ഇന്ന് ഫസ്റ്റ് വായിക്കുന്നേ? ഇഷിത. വെരി ഗുഡ്. ഇഷിത വായിച്ചോ? ഇഷിത കഴിഞ്ഞ ദിവസം ലാസ്റ്റ് വായിച്ചാണ്. ഇഷിത വായിക്കുന്നേ. ഇഷിത മരം. മന. മൗനി അല്ലേ? ഔ ചിഹ്നം. ഓക്കെ. മൗനി. മെതി. മതി, മെതിയ. വായിച്ച പദം. ഓക്കെ. കഴിഞ്ഞ മോളേത്? നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ജാനകി മനു. ആ പേജ് വായിച്ചേ മോളെ. മന. മൗനി. തടി. തൊടി. വരം. ഓക്കെ. വെരി ഗുഡ്.
നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? അടുത്തത് നിഹാൽ. നിഹാൽ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടില്ല. വേഗം വാ നിഹാലേ. ഓക്കെ, എന്നാ നിഹാര വായിച്ചു. മരം, നദി, മന, തോണി, മൗനി. യെസ് യെസ്. തൊടി, മടി, തോടി, പര, പരം, തോട, ചോല, പദം. ഓക്കെ, നെക്സ്റ്റ്. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? കഴിഞ്ഞ ദിവസം ലാസ്റ്റ് വായിച്ചേ ഗായത്രി. നിഹാലേ വായിച്ചു. മൗനി. മൗനി അല്ലേ? തൊടിയാ? തൊടി. തൊടി, മടി, മടി. മുടി, മോടി അല്ലേ? വര, വര, വര. തൊട, തോടയല്ലടാ. ചോല, ആയിട്ടാ, തോടയാണോ? തോട ഓച്ചിലല്ലേ? ഒന്നുകൂടി വായിച്ചത്. തോട. മരം, മന, മൂനി, തടി, തോടി, മടി, മടി. മുടി, മോടി അല്ലടാ. അല്ല ഗായത്രി, മടി. പിന്നെയോ? നോക്കിയ അക്ഷരം. മോടി. ഓക്കെ, ഓച്ചിലല്ലേ? ഓച്ചില് നിങ്ങൾക്ക് മനസ്സിലാക്കി തരില്ല. മോടി അല്ലേ? അല്ലേ? യെസ്. അടുത്തത് വര, മരം, വരം, വര. വരം. വര, വരം അല്ലേ? കൊതി, ചൂല, ചോല. ചോല. ചോല, പദം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഫാത്തിമ ഇല്ല അവിടെ. നെക്സ്റ്റ് ഹർഷാൻ. മരം, മന, മൗനി, മടി, മുടി, തടി, തടി. തോട. വരം, വര. തോട, ചോര, പദം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് റയാൻ. മരം, മന, മോനി. ഏതാ ചിഹ്നം? ഏത്? മൗനി. മൗനി. ഔവല്ലേ? മൗനി. തടി, അക്ഷരം നോക്കിയേ, ചിഹ്നം നോക്കിയേ. തൊടി, തൊടി. മടി, മോടി, മോടി, മോടി. വര, വരം, വരം.
അക്ഷരം നോക്ക്, അക്ഷരം നോക്കി വായിച്ചു. തോട ആ ചോല ചോല. പദം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? നീ സായക്. മരം. മൗനി. മൗനി. മടി. മോടി. തടി. തൊടി. വര. വരം. പൊടി. തോട. ചോല. പദം. പദം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 1 മിനിറ്റേ ഉള്ളൂ മക്കളെ. ധന്യവും ഫാത്തിമയും നിഹാലും വായിക്കാനുണ്ട്, ദിയും ഉണ്ട് വായിക്കാൻ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വായിക്കാം കേട്ടോ. നിങ്ങൾ വായിച്ച് പഠിക്കണത്. ഓക്കെ, ബൈ, സി യു, ബൈ. ഓക്കെ, ബൈ. Bye. Bye, miss.